ഇസ്ലാമിക ചരിത്രങ്ങളിൽ തന്നെ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട് കിടക്കുന്ന വിശുദ്ധമായ ചരിത്രം, അതെ, ബദർ രണാങ്കണത്തിന്റെ ചരിത്രം നമ്മൾ ഇന്നലെ അയവിറക്കിയിരിക്കുകയാണ്. ഞാൻ ഇന്ന് സംസാരിക്കുന്നതിനെ കുറിച്ചല്ല. എന്നിരുന്നാലും വിശുദ്ധമായ റമളാനിൻ 17 മഹാന്മാരായ സ്വഹാബാ കിറാം അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ അങ്കുലി പരിമിതമായ ആയുധങ്ങളെ കൊണ്ടും മൃഗങ്ങളെ കൊണ്ടും കേവലം 313 പേരടങ്ങുന്ന ഒരു ചെറു സംഘം വിശുദ്ധമായ ദീനിനെ നിലനിർത്താൻ നമ്മൾ ഇന്നിവിടെ എയർ കണ്ടീഷൻ ചെയ്ത ഈ പള്ളിയിൽ സ്വസ്ഥമായി ഇരുന്ന് നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നുണ്ടെങ്കിൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതേപോലെ ഒരു റമളാനിന്റെ 17 രാവിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്തതിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ വിശ്വാസികളായി കൊണ്ട് ഒരുമിച്ച് കൂടിയത്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ടല്ലോ, ബദറിന്റെ തലേനാൾ ഇരു കരങ്ങളും മേൽപോട്ടുയർത്തിക്കൊണ്ട് ചോർന്നൊലിക്കുന്ന കണ്ണുമായി അല്ലാഹുവിന്റെ മുമ്പിലേക്ക് സുജൂദിൽ കടന്നുകൊണ്ട് ദുആ ചെയ്യുന്നുണ്ടല്ലോ, തമ്പുരാനെ, നാളെ ഈ ചെറു സംഘമെങ്ങാനും ബദറിന്റെ രണാങ്കളത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ ഭൂമുഖത്ത് നിനക്ക് വേണ്ടി സുജൂദ് ചെയ്യാൻ ഒരാളും അവശേഷിക്കില്ല എന്ന് അല്ലാഹുവിനോട് ആവലാതി പറഞ്ഞ് കരഞ്ഞപ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പോലും ആശ്ചര്യപ്പെട്ടു പോകുന്നുണ്ട്. ഒരു പക്ഷേ ഹബീബായ തങ്ങളുടെ ചരിത്രം പഠിച്ചു നോക്കിയാൽ അത്രമേൽ കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി അല്ലാഹുവിലേക്ക് കരമുയർത്തിയ മറ്റൊരു വേള കാണൽ അസാധ്യമാണ് എന്ന് നമ്മൾ ഓർക്കുകയാണ്. ആ മഹാന്മാരായ ബദരീങ്ങളുടെ നിസ്തുലമായ സേവനമാണ്, അടിയുറച്ച വിശ്വാസമാണ് ഞാനും നിങ്ങളും മുസൽമാനായി മുഅ്മിനായി ഈ ഭൂമി ലോകത്ത് പൂജാതരാവാൻ കാരണമായത്. അതുകൊണ്ട് നമ്മൾ ബദരീങ്ങളോട് പ്രത്യേകം കടപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കണമെന്ന് സാന്ദർഭികമായും ആമുഖമായും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, വിശുദ്ധമായ റമളാൻ ആദ്യ പകുതി പിന്നിട്ട് രണ്ടാമത്തെ പകുതിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ റഹ്മത്ത് പാരാവാരം പോലെ പരന്നു കിടക്കുന്ന അള്ളാഹുവിന്റെ വിശുദ്ധമായ കാരുണ്യം ജനങ്ങൾക്ക് എണ്ണമില്ലാതെ ലഭിക്കുന്ന 10 ദിവസങ്ങൾ നമ്മൾ നിന്ന് കടന്നുപോയി. നമ്മളിപ്പോൾ നിലകൊണ്ടിരിക്കുന്നത് അള്ളാഹു അറ്റമില്ലാതെ പൊറുത്തു കൊടുക്കുന്ന അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് വിശ്വസിച്ച സകലർക്കും ലഭിക്കുന്ന വിശുദ്ധമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് മുമ്പിൽ ഇനി വിശുദ്ധമായ മഗ്ഫിറത്തിന്റെ 10 എന്ന് പരിചയപ്പെടുത്തിയ ദിവസങ്ങളിൽ കേവലം 2 ദിവസങ്ങളോ അല്ലെങ്കിൽ മണിക്കൂറുകളോ നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളൂ. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രക്ഷിതാവാണ്, നമ്മുടെ ഉടമയാണ്, നമ്മൾ അല്ലാഹുവിന്റെ അടിമയുമാണ്. വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നുണ്ടല്ലോ, അല്ലാഹു എത്രയോ സ്ഥലങ്ങളിൽ നമ്മളെ യാ ഇബാദി, ഓ എന്റെ അടിമകളെ എന്ന് പേരെടുത്ത് വിളിക്കുന്നുണ്ട്. ഞാൻ ആവർത്തിക്കുന്നു, അല്ലാഹു നമ്മളുടെ ഉടമയാണ്, നമ്മൾ അല്ലാഹുവിന്റെ അടിമയാണ്. അതുകൊണ്ട് തന്നെ ഉടമയായ അല്ലാഹുവിന് അടിമകളായ നമ്മളെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അല്ലാഹുവിന് നാളെ വേണമെങ്കിൽ നമ്മളെ എല്ലാവരെയും അവന്റെ സുവർഗലോകത്തിൽ ഒരുമിച്ച് കൂട്ടാം, ആരും ചോദിക്കാനില്ല. അല്ലാഹുവിന് വേണമെങ്കിൽ നമ്മളെ എല്ലാവരെയും അവന്റെ നരകത്തിലിട്ട് ശിക്ഷിക്കാം, ആർക്കും ഒന്നും ചോദിക്കാനില്ല. കാരണം ഉടമയ്ക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കും എന്നതാണ് നിയമം. പക്ഷേ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ്. അതായത് ഉടമയായ അല്ലാഹു നമ്മളെ എല്ലാവരെയും അവന്റെ സ്വർഗീയ ലോകത്ത് പ്രവേശിപ്പിക്കണം എന്നാണ് നമ്മളൊക്കെയും ആഗ്രഹിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതിനു വേണ്ട ഏറ്റവും ചെറിയ കാര്യം, വളരെ ചെറിയ ഒരു കാര്യം മാത്രമേ അതിനാവശ്യമുള്ളൂ. എന്തെന്നാൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അല്ലാഹു പറയുന്നതായിട്ട്, ഖാല അല്ലാഹു തബാറക വ തആല
അന ഇൻദ ളന്നി അബ്ദി ബി ഫൽയظن ബി മാ ഷാ. വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഓരോ അടിമകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവൻ എന്താണോ എന്നെ കുറിച്ച് കരുതുന്നത് അതേപോലെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിലൂടെ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ അല്ലാഹുവിനെ കുറിച്ച് എന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മൾ പലപ്പോഴും പല പ്രഭാഷണങ്ങളിലൂടെയും പല മതപഠന ക്ലാസ്സുകളിലൂടെയും പല ലേഖനങ്ങളിലൂടെയും അല്ലാഹുവിനെ പരിചയപ്പെടുന്നത് അല്ലാഹു ഒരു വലിയ നരകക്കുണ്ടാരം കത്തിച്ചു വെച്ച് നിങ്ങളെയൊക്കെ ശിക്ഷിക്കാൻ കാത്തിരിക്കുന്നവനായ ഒരു ഭീകര മുഖമായിട്ടാണ് പലപ്പോഴും നമ്മൾ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത്. അല്ലാഹു കാരുണ്യം പറ്റി വരണ്ട, അല്ലാഹു ദയയില്ലാത്ത ഒരുത്തനായിട്ടാണ് പല പ്രഭാഷകന്മാരും പ്രഭാഷണ വേദികളിൽ അല്ലാഹുവിനെ പരിചയപ്പെടുത്തുന്നത്. എന്നാൽ നമ്മൾ ഇന്ന് അല്ലാഹുവിനെ പരിചയപ്പെടാൻ പോകുന്നത് അല്ലാഹു സ്നേഹമാണ്. അല്ലാഹു സ്നേഹമാണ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അല്ലാഹുവിന്റെ സ്നേഹമാണ് അവന്റെ റഹ്മത്ത്, അല്ലാഹുവിന്റെ സ്നേഹമാണ് അവന്റെ മഗ്ഫിറത്ത്. ഈ ലോകത്ത് സകലസവും നിങ്ങൾക്കും എനിക്കും സംവിധാനിച്ച് തന്നത് അല്ലാഹു നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ ലക്ഷ്യമാണ്. നിങ്ങൾ നോക്കൂ, അല്ലാഹു എന്തൊക്കെ ഈ ഭൂമിയിൽ പടച്ചു. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് മഹാനായ അബുൽ ബശർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയൊക്കെ സൃഷ്ടിക്കുന്നതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ ഭൂമിയിൽ മരങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്, പർവ്വതങ്ങൾ, നദികൾ, സമുദ്രങ്ങൾ എന്നുവേണ്ട എല്ലാ വസ്തുക്കളും അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. മനുഷ്യനാണ് ഏറ്റവും ലേറ്റസ്റ്റ് സൃഷ്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് ചുരുക്കത്തിൽ പറയാം. പക്ഷേ ആ വസ്തുക്കൾക്കൊന്നും അല്ലാഹു നൽകാത്ത ഒന്ന് മനുഷ്യ വിഭാഗത്തിന് അല്ലാഹു നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ അല്ലാഹു ആ വസ്തുക്കളെയൊക്കെയും സൃഷ്ടിച്ചത് മനുഷ്യരാവുന്ന നമ്മൾക്ക് വേണ്ടിയാണ് എന്ന് നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ ആലോചിക്കുകയാണ് അല്ലാഹുവിന്റെ സ്നേഹത്തെക്കുറിച്ച്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസിന്റെ അർത്ഥം, ഓരോ അടിമയും എന്നെ കുറിച്ച് എന്താണോ കരുതുന്നത് ഞാൻ അവനോട് അങ്ങനെയാണ് എന്ന് അല്ലാഹു പറയുന്നതായി ഖുദ്സിയായ ഹദീസ് എന്നാണ് അത്തരം ഹദീസുകൾക്ക് പറയുക. അല്ലാഹു പറയുന്നു എന്ന് പറഞ്ഞ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കാര്യം പറയുന്നുവെങ്കിൽ ആ കാര്യത്തിന് ആ ഹദീസ് ഖുദ്സിയായ ഹദീസ് എന്ന പേരിലാണ് അറിയപ്പെടുക. അതായത് വിശുദ്ധമായ ഖുർആനിന്റെയും ഹദീസിന്റെയും ഇടയിൽ നിൽക്കുന്ന, ഖുർആനിന്റെ അത്ര ആയത്ത് അല്ല എന്നിരുന്നാൽ കേവലം ഹദീസും മാത്രമല്ല അതിന്റെ മുകളിൽ നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ അത്രമേൽ പ്രാധാന്യമുള്ള ഒരു സംസാരമാണ് ഖുദ്സിയായ ഹദീസിലൂടെ നടത്തപ്പെടുക എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ചുരുക്കത്തിൽ നമ്മൾ അല്ലാഹുവിനെ കുറിച്ച് എന്താണോ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ് അല്ലാഹു നമ്മളോട്. അപ്പൊ നമ്മൾ മക്കളെയൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാർ അല്ലാഹു ശിക്ഷിക്കുന്നതിനെ കുറിച്ചാണ്, അല്ലാഹുവിന്റെ നരകത്തെ കുറിച്ചാണ്. ഭയാനകമായ മഹ്ശറയെയും നരകത്തിലെയും സിറാത്ത് പാലത്തിന്റെ ഭീകരതയെയും കുറിച്ചാണ് പലപ്പോഴും നമ്മൾ മക്കളെയും മറ്റുള്ളവരെയും പറഞ്ഞ് പരിചയപ്പെടുത്താറ്. എന്നാൽ യഥാർത്ഥത്തിൽ അല്ലാഹു സ്നേഹമാണ്, അല്ലാഹു കാരുണ്യവാനാണ്, അല്ലാഹു പുറത്തു തരുന്നവനാണ്. ഞാൻ ഇങ്ങനെ പരിചയപ്പെടുത്തണം അല്ലാഹുവിനെ. കാരണം ഞാൻ ഒരു ഹദീസ് പറയാം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ കളിച്ച് ചിരിച്ച് സംസാരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് കയറി ചെന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, വല്ലസീ നഫ്സി ബിയദിഹി, അല്ലാഹു തന്നെയാണ് സത്യം, ലൗ തഅലമൂന മാ അഅലമു ലളഹിഖ്തും ഖലീലൻ വലബകൈതും കസീറാ. അല്ലാഹുവിന്റെ റസൂൽ അവരോട് പറയുകയാണ്, ഞാൻ അറിയുന്ന കാര്യം, അതായത് നാളെ സംഭവിക്കാൻ പോകുന്ന ഭീകരമായ കാര്യങ്ങൾ, ഞാൻ അറിയുന്ന കാര്യങ്ങളെങ്ങാനും നിങ്ങൾ അറിയുമായിരുന്നുവെങ്കിൽ നിങ്ങൾ വളരെ കുറച്ച് മാത്രം ചിരിക്കുകയും ധാരാളമായി കരയുകയും ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചുപോയി. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് തിരിച്ചു പോയപ്പോഴേക്കതാ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വാനലോകത്ത് നിന്നിറങ്ങി വന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ചോദ്യം ഹബീബായ നബി തങ്ങളോട് ചോദിക്കുകയാണ്. അല്ലാഹു വഹയിലൂടെ ചോദിക്കുന്നുണ്ട്, യാ മുഹമ്മദ് ലിമ തുഖന്നിത് യാ ഇബാദി, ഓ മുഹമ്മദ് നബിയേ,
അങ്ങെന്തിനാണ് എന്റെ അടിമകളെ പോയി നിരാശരാക്കിയത് എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് എന്റെ അടിമകളെ പോയി നിരാശരാക്കിയത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ തിരിച്ചു വന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു, അബ്ശിറൂ വഖാരിബൂ വസദ്ദിദൂ, നിങ്ങൾ സന്തോഷിച്ചോളൂ, നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്തുകൊള്ളൂ, നിങ്ങൾ നല്ല സംസാരങ്ങൾ സംസാരിച്ചോളൂ എന്ന്. മഹാനായ ഇമാം ബൈഹഖി അടക്കമുള്ള ഹദീസിന്റെ പണ്ഡിതന്മാർ ഈ ഹദീസിനെ പരിചയപ്പെടുത്തുന്ന പറയുന്നുണ്ട്, ആരെയും അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരെയും നിരാശരാക്കാൻ പാടില്ല എന്ന് മഹാനായ ബൈഹഖി ഇമാം ഈ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. എന്തിനധികം പറയണം, വിശുദ്ധമായ ഖുർആൻ സൂറത്തു സുമറിലല്ലേ അള്ളാഹു പറയുന്നത്, നബിയെ നിങ്ങൾ എന്റെ അടിമകളോട് പറയണം, അവര് പല തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടാവും, അവര് സ്വയ ശരീരത്തോട് ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടാവും, ഒന്നും അള്ളാഹുവിന് പ്രശ്നമല്ല, അള്ളാഹു പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുക്കുന്നവനാണ് എന്ന് അള്ളാഹു വിശുദ്ധമായ സൂറത്ത് സുമറിലൂടെ പറയുന്നു. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാവരുതേ. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു സകല പാപങ്ങളും പുറത്തു തരുന്നവനാണ്. എന്നിട്ട് അല്ലാഹു തന്നെ ആ ആയത്തിൽ തന്നെ വീണ്ടും പറയുന്നു, ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അല്ലാഹു അങ്ങേയറ്റം കരുണയുള്ളവനും കാരുണ്യം ചെയ്യുന്നവനും പാപങ്ങൾ പുറത്തു തരുന്നവനുമാണ് എന്ന് ആ ആയത്തിൽ പറയുന്നുണ്ട്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ പണ്ഡിതന്മാർ, ഇബ്നു മസ്ഊദ് തങ്ങളെ പോലത്തെ പണ്ഡിതന്മാർ, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ പണ്ഡിതന്മാർ ഈ ആയത്തിനെ കുറിച്ച് പറഞ്ഞത്, വിശുദ്ധ ഖുർആനിൽ ഏത് പാപികൾക്കും പ്രതീക്ഷ നൽകുന്ന ആയത്താണ് ഈ ആയത്ത്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അല്ലാഹുവിന്റെ റസൂൽ ഒരു വേള പറയുന്നുണ്ട്, ഈ ആയത്ത് പാരായണം ചെയ്ത്, ഈ ഭൂമിയിലുള്ള സകലതിനേക്കാളും എനിക്കിഷ്ടം ഈ ആയത്താണ് എന്ന് ഹബീബായ നബി തങ്ങൾ ഈ ആയത്ത് ഇതുപോലെ മസ്ജിദുൻ നബവിയിൽ പാരായണം ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്, വമൻ അശ്റക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ശിർക്ക് ചെയ്താൽ, അല്ലാഹുവിനോട് ആരെങ്കിലും പങ്കു ചേർത്തിയാൽ അവനും അല്ലാഹു പുറത്തു കൊടുക്കുമോ എന്ന്. ആ സമയത്തൊരു വേള അല്ലാഹുവിന്റെ റസൂൽ തല താഴ്ത്തി ഒരൽപ്പ നിമിഷം മിണ്ടാതിരിക്കുന്നുണ്ട്. വഹി വരാൻ വേണ്ടി കാത്തു നിന്നു. എന്ത് മറുപടി കൊടുക്കണമെന്നറിയില്ല. കാരണം അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ കാര്യമാണ്, അത് അല്ലാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് ഒരു നിമിഷ നേരം അല്ലാഹുവിന്റെ റസൂൽ മിണ്ടാതിരുന്നു. അതാ വഹി വന്നു. അല്ലാഹുവിന്റെ റസൂല് ശിർക്ക് ചെയ്താൽ പുറത്തു കൊടുക്കുമോ നബിയെ എന്ന് ചോദിച്ച സ്വഹാബിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു, അലാ വമൻ അശ്റക, അലാ വമൻ അശ്റക, അലാ വമൻ അശ്റക എന്ന് 3 തവണ ആവർത്തിച്ചിട്ട് പറഞ്ഞു, അതെ, ശിർക്ക് ചെയ്തവർക്കും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന്. എത്രമേൽ വലിയ പാപമോചനമാണ് അല്ലാഹു നൽകുന്നത്. ശിർക്ക് ചെയ്തവർക്ക് എങ്ങനെയാണ് മോചനം നൽകുക? എന്താണ് ശിർക്ക്? അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹുണ്ടെന്ന് വിശ്വസിക്കലാണ്. അങ്ങനെ വിശ്വസിച്ചവർക്ക് പാപമോചനം ലഭിക്കുമെന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ശിർക്ക് ചെയ്ത് അവർ വീണ്ടും ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട്, മുർത്തദ്ദായതിന് ശേഷം വീണ്ടും ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട്, റബ്ബി ഗഫിർലി, പടച്ചവനെ പുറത്തു തരണേ, അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയതാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് പോലും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബ കിറാമിനെ പഠിപ്പിക്കുന്നുണ്ട്. അത്രമേൽ ഗഫൂറാണ് അല്ലാഹു, വദൂദാണ് അല്ലാഹു. പിന്നെന്തിനാണ് നമ്മൾ അല്ലാഹുവിനെ കുറിച്ച് ഭീകരമായ ഒരു മുഖം സൃഷ്ടിക്കുന്നത് ജനങ്ങൾക്ക് മുമ്പിൽ? അല്ലാഹു ഖുർആനിലൂടെ പറയുന്നുണ്ടല്ലോ, വിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് ബുറൂജിൽ പറയുന്നുണ്ടല്ലോ, വഹുവൽ ഗഫൂറുൽ വദൂദ്. എന്താണ് വദൂദിന്റെ അർത്ഥം? വുദ് എന്ന് പറഞ്ഞാൽ സ്നേഹം, പ്രേമം, ഇഷ്ക് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. വുദ്, വദൂദ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കുന്നവനെന്നാണ്. ഗഫൂറിനോട് കൂടെയാണ് വദൂദ് എന്ന പദം അല്ലാഹു ശുദ്ധമായ ഖുർആനിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഹുവൽ ഗഫൂറുൽ വദൂദ്, സ്നേഹം കാണിക്കുന്നവനും പുറത്തു കൊടുക്കുന്നവനുമായ അല്ലാഹു എന്നാണ് അല്ലാഹുവിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്.
പിന്നെന്തിനാണ് നമ്മൾ അള്ളാഹുവിനെ ഭീകരമായി പേടിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വിശുദ്ധമായ റമളാനാണ്, മഗ്ഫിറത്തിന്റെ 10 ലോകത്ത് കോടാനുകോടി ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുന്ന രാവും പകലുമാണ് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ നോക്കണം, നമ്മളോട് അള്ളാഹു പാപമോചനം തേടാൻ ആവശ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് ഖുർആൻ തന്നെ നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും ഞാൻ ചെയ്ത തെറ്റ്, നമ്മൾ ഓരോരുത്തരും മനസ്സിലാലോചിക്കുകയാണ്, ഞാൻ അറിയാതെ മുമ്പ് ചെയ്തു പോയ തെറ്റ്, കള്ളു കുടിച്ചത്, ലഹരി ഉപയോഗിച്ചത്, വ്യഭിചരിച്ചത്, കൊലപാതകം ചെയ്തത് എന്ന് വേണ്ട എന്ത് തെറ്റ് തന്നെയാവട്ടെ, അത് അല്ലാഹു ഒരു പക്ഷേ പൊറുക്കില്ല എന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ എത്ര വലിയ തെറ്റ് ചെയ്ത ആളുകളാണെങ്കിലും നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ തെറ്റ് അല്ലാഹു പൊറുക്കില്ല എന്ന് വിചാരിക്കുന്നുവെങ്കിൽ നിങ്ങൾ കുഫറിനോടടുത്ത പാപം ചെയ്തവരാണ് എന്ന് അല്ലാഹു സൂറത്ത് യൂസുഫിൽ പറയുകയാണ്. വലാ തൈഅസു മിൻ റൗഹില്ലാഹ് ഇന്നഹു ലാ യൈഅസു മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. അല്ലാഹുവിന്റെ മഗ്ഫിറത്തിനെ തൊട്ട്, അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് ആരെങ്കിലും നിരാശരാവുന്നുവെങ്കിൽ അവർ കാഫിരീങ്ങൾ മാത്രമായിരിക്കുമെന്ന് സൂറത്ത് യൂസുഫിലൂടെ അല്ലാഹു പറയുന്നുണ്ട്. അതുകൊണ്ട് എത്ര വലിയ പാപമാണെങ്കിലും അല്ലാഹു പുറത്തു തരിക തന്നെ ചെയ്യും. നിങ്ങൾക്കറിയുമോ, നമ്മളൊക്കെ പലപ്പോഴും തമാശക്ക് പറയാറുണ്ടല്ലോ പരസ്പരം, നമ്മുടെ സുഹൃത്തുക്കളോ നമ്മുടെ കുട്ടികളോ ആരെങ്കിലുമൊക്കെ വല്ലാതെ വികൃതി കളിക്കുമ്പോൾ, വല്ലാതെ അനാചാര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോ, എന്തെങ്കിലും വലിയ തെറ്റുകളിലൊക്കെ ഏർപ്പെടുമ്പോൾ നമ്മൾ പറയാറുണ്ട് അവരോട്, നിന്നെയൊന്നും അല്ലാഹു നന്നാക്കില്ല, അല്ലെങ്കിൽ നിനക്കൊന്നും അല്ലാഹു പുറത്തു തരില്ല എന്ന് പറയാറുണ്ട്. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ബനു ഇസ്രായേലിലെ 2 ആളുകളുടെ കഥ പറയുന്നുണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ സ്വഹാബ കിറാമിന് പറഞ്ഞു കൊടുക്കുകയാണ്, ബനു ഇസ്രായേലിൽ 2 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അതിലൊരാൾ എല്ലാ നന്മകളും ചെയ്ത് വളരെ സ്വാലിഹായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ, മറ്റൊരു മനുഷ്യൻ കേവലം വിശ്വാസം മാത്രമേ ഉള്ളൂ, സദാസമയവും തിന്മകൾ ചെയ്തുകൊണ്ട് നടക്കുന്ന മനുഷ്യൻ. എല്ലാ ദിവസവും ഇവർ പലപ്പോഴും സംഗമിക്കും. പല സമയത്തും ഇദ്ദേഹം നന്മകൾ ചെയ്യുമ്പോൾ അയാൾ എന്തെങ്കിലും തിന്മയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. ആ സമയത്തൊക്കെ ഈ സുഹൃത്ത് തന്റെ തിന്മ ചെയ്യുന്ന സുഹൃത്തിനോട് പറയും, നീ നിന്റെ തിന്മ അവസാനിപ്പിക്കണമെന്ന്. പിറ്റേന്നും പറയും, പിന്നെയും പറയും. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം തിന്മ ചെയ്യുന്ന സുഹൃത്ത് ഒരു തിന്മ ചെയ്തപ്പോൾ സ്വാലിഹായ ആ മനുഷ്യൻ അവനോട് അത് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടപ്പോ അവൻ തിരിച്ചു പറഞ്ഞു, നിന്നെ എന്നെ ശ്രദ്ധിക്കാൻ അള്ളാഹു ഏർപ്പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ എന്റെ കാര്യം, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ എന്റെ കാര്യം നോക്കിക്കോളാം, നീ നിന്റെ കാര്യം നോക്കിക്കോ എന്ന് ആ മനുഷ്യൻ പറഞ്ഞപ്പോൾ ആ സ്വാലിഹായ മനുഷ്യൻ അറിയാതെ പറഞ്ഞുപോയി, ലാ യഗ്ഫിറുല്ലാഹു ലക ലാ യദ്ഖുലുല്ലാഹുൽ ജന്ന, അള്ളാഹു നിനക്ക് പുറത്തു തരൂലടാ, നീ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞു അത്രേ. അള്ളാഹുവിന്റെ റസൂൽ പറയുന്ന ഹദീസാണ്, അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ്. അങ്ങനെ ഈ മനുഷ്യർ മരണപ്പെട്ടു, അള്ളാഹുവിന്റെ കോടതിയിലെത്തുകയാണ്. അങ്ങനെ അള്ളാഹുവിന്റെ കോടതിയിലെത്തിയപ്പോൾ കാര്യമാകെ തകിടം മറിഞ്ഞു. ദുനിയാവിൽ തെമ്മാടിയായി നടന്ന മനുഷ്യനോട് അള്ളാഹു പറയുകയാണ്, ഉദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് പോയിക്കോ എന്ന്. ദുനിയാവിൽ സ്വാലിഹായ നടന്ന മനുഷ്യനോട് അള്ളാഹു പറയുകയാണ്, നീ നരകത്തിലേക്ക് പോയിക്കോ എന്ന്. രണ്ടുപേരും അമ്പരന്നു പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമത്രേ സ്വാലിഹായ ആ മനുഷ്യനെ നോക്കിക്കൊണ്ട്, എന്റെ വിശാലമായ മഗ്ഫിറത്തിന് പരിധിയിടാൻ ആരാണ് നിനക്ക് അധികാരം തന്നത് എന്ന്. ഞാൻ ആവർത്തിക്കുന്നു, എന്റെ വിശാലമായ മഗ്ഫിറത്തിന് പരിധി നിർണയിക്കാൻ ആരാണ് നിനക്ക് അധികാരം തന്നതെന്ന് ചോദിച്ച് ദുനിയാവിൽ സ്വാലിഹായി നടന്ന ആ മനുഷ്യനെ നരകത്തിലേക്ക് പറഞ്ഞയക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് അത്രമേൽ വിശാലമാണ്. അള്ളാഹു നമ്മളെയൊക്കെയും അതിരറ്റ് വാക്കുകളെ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത വിധം നമ്മളെയൊക്കെ സ്നേഹിക്കുകയാണ്. അള്ളാഹുവിന്റെ സ്നേഹത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരിക്കൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലേക്ക് ഒരു സ്വഹാബി കടന്നു വരികയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു തുണിസഞ്ചിയുണ്ട്. ആ സഞ്ചിയിൽ കുറച്ച് പക്ഷിക്കുഞ്ഞുങ്ങളുണ്ട്.
അപ്പോൾ ആ സഹാബി ആ പക്ഷിക്കുഞ്ഞുങ്ങളെ എടുത്ത് കളിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, എന്താണിത്? ആ സഹാബി പറഞ്ഞു, ഞാൻ വരുന്ന വഴിയിൽ ഒരു മരത്തിന്റെ പൊത്തിൽ നിന്ന് പക്ഷിക്കുഞ്ഞുങ്ങളുടെ ശബ്ദം കേട്ടു, ഞാൻ അതെടുത്ത് എൻ്റെ ഈ സഞ്ചിയിൽ ഇട്ടു. ഇതിന്റെ തള്ളപ്പക്ഷി ഇത് കണ്ട് എനിക്ക് മുകളിൽ ചുറ്റിപ്പറന്നു. ഞാൻ ആ സഞ്ചി തുറന്നു വെച്ചപ്പോ ആ പക്ഷികളുടെ മാതാവ് ആ പക്ഷിക്കൂട്ടത്തിലേക്ക് കടന്നു വന്നിരുന്നു. ഞാൻ ആ പക്ഷിയുടെ മാതാവിനെയും കൂടി പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സഹാബിയോട് അതിനെ മോചിപ്പിക്കണം, ആ പക്ഷിയെ അതിന്റെ പാട്ടിന് വിടണമെന്ന്. അപ്പോൾ ആ സഹാബി തന്റെ കയ്യിലുണ്ടായിരുന്ന ആ തുണിസഞ്ചി തുറന്നു വെച്ചു. ആ മാതാവ്, ആ തള്ളപ്പക്ഷി, പറക്കമറ്റാത്ത ആ കുട്ടികൾ, ചിറക് മുളക്കാത്ത ആ കുട്ടികളെ ഉപേക്ഷിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവാൻ തയ്യാറാവാതെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് ചോദിക്കുന്നുണ്ട്, അതഅജബൂന ലിറഹ്മി ഉമ്മിൽ അഫ്റാഖി ഫിറാഖഹ. സഹാബത്തെ, ആ ഉമ്മയതാ, ആ ഉമ്മക്ക് പറന്നു പോവാനുള്ള അവസരം ലഭിച്ചിട്ടും തന്റെ പറക്കാൻ കഴിയാത്ത മക്കളെ വിട്ടുപോവാൻ കഴിയാതെ ആ മക്കളോട് കാരുണ്യം കാണിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ സഹാബത്തെ എന്ന് ചോദിച്ചപ്പോ സഹാബത്ത് പറഞ്ഞു, അതെ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് സഹാബികൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്നാൽ ഫവല്ലദീ ബഅസനീ ബിൽ ഹഖ്, അല്ലാഹുവാണ് സത്യം, അല്ലാഹു അർഹമു ബിഇബാദിഹി മിനൽ ഉമ്മിൽ അഫ്റാഖി ബിഫിറാഖിഹാ. ഈ പക്ഷിക്കുഞ്ഞുങ്ങളോട് ആ പക്ഷിക്കുള്ളതിനേക്കാൾ വലിയ സ്നേഹം നിങ്ങളുടെ തമ്പുരാൻ, നിങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവിനോട് നിങ്ങൾക്കുണ്ട് എന്ന് ഹബീബായ നബി തങ്ങൾ പറയുകയാണ്. മറ്റൊരു ഹദീസ് നോക്കൂ, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്. ഒരു വേള അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഒരു യുദ്ധത്തിൽ പോയപ്പോൾ ഒരു നാട്ടിലൂടെ കടന്നുപോയി. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ അവിടെ ഇസ്ലാമിക പ്രബോധനം നടത്തി. ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അങ്ങനെ അവിടെ വെച്ചൊരു സ്ത്രീ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നുണ്ട്, അല്ലയോ പ്രവാചകരെ, അങ്ങ് പറയുന്നുണ്ടല്ലോ അല്ലാഹു ശിക്ഷിക്കുമെന്ന്, നരകത്തിലിടുമെന്ന്. അപ്പോൾ ആ സ്ത്രീയുടെ കയ്യിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിനോട് ആ സ്ത്രീ ചോദിക്കുന്നത്, അള്ളാഹു അവന്റെ അടിമകളെ ശിക്ഷിക്കുന്നതിനെ കുറിച്ചാണ്. ആ ചോദ്യം കേട്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ഒരു നിമിഷം തലതാഴ്ത്തിയിരുന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ മാറോട് ചേർത്ത് പിടിച്ച ഈ പൈതലിനെ നിങ്ങൾ തീ കുണ്ടാരത്തിലേക്ക് ഇടാൻ ഇഷ്ടപ്പെടുമോ? ആ കുട്ടി എന്ത് തന്നെ കാണിച്ചാലും നിങ്ങൾ ആ കുട്ടിയെ നരക തീയിലിട്ട് ശിക്ഷിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുമോ എന്ന് ചോദിക്കുമ്പോൾ ആ മാതാവിനെ അത് സങ്കല്പിക്കാൻ പോലും കഴിയാത്തവണ്ണം മുഖത്ത് അതിന്റെ നീരസം പ്രകടിപ്പിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അപ്പോഴും സഹാബത്തിനോട് പറയുന്നുണ്ട്, ഈ മാതാവിന് കുട്ടിയോടുള്ളതിനേക്കാൾ വലിയ സ്നേഹം നിങ്ങളോടുണ്ട് എന്ന്. അതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ, ഒന്നുമില്ലാതെ ഭൂമിയിലേക്ക് കടന്നു വന്ന നമ്മൾക്ക് എല്ലാം നൽകി സംരക്ഷിച്ചവൻ അല്ലാഹു, ഈ ലോകത്തുള്ള സകലതും നമ്മൾക്ക് കീഴ്പ്പെടുത്തി തന്നവൻ അല്ലാഹു, അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിവ് തന്നവൻ അല്ലാഹു, അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാനുള്ള തൗഫീഖ് നൽകിയവൻ. ഇങ്ങനെ എന്തൊക്കെ ഒരു വിശ്വാസിക്ക് വേണമോ അതെല്ലാം വേണ്ട സമയത്ത് നൽകുന്ന അള്ളാഹുവിനോട് നമ്മളോട് സ്നേഹമല്ലാതെ പിന്നെ എന്താണുള്ളത്? അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതിന് ഇതിൽ പരം എന്ത് തെളിവാണ് ഇനി വേണ്ടത്? അതുകൊണ്ട് അള്ളാഹുവിന് നമ്മളോടുള്ളത് സ്നേഹമാണ്, അള്ളാഹുവിനോട് നമ്മളോടുള്ളത് സ്നേഹമാണ്. ആ സ്നേഹത്തിൽ നിന്നാണ് കാരുണ്യമുണ്ടാവുന്നത്, ആ സ്നേഹത്തിൽ നിന്നാണ് മഗ്ഫിറത്ത് ഉണ്ടാവുന്നത്. ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്തും അത് തന്നെയാണ് അറിയിക്കുന്നത്. സൂറത്ത് ഹൂദിന്റെ 90-ാമത്തെ ആയത്തിലും അല്ലാഹു പറയുന്നുണ്ട്, വസ്തഗ്ഫിറൂ റബ്ബക്കും, മനുഷ്യരെ നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യൂ. അല്ലാഹുക്കറിയാം നമ്മളൊക്കെ തെറ്റ് ചെയ്യുന്നവരാണെന്ന്. അല്ലാഹ് അങ്ങനെ തന്നെയാണ് നമ്മളെ സൃഷ്ടിച്ചത്. കുല്ലു ഇബ്നു ആദമിൻ ഖത്താഊൻ വഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ, മനുഷ്യർ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാണ്. അമ്പിയാ മുർസലീങ്ങൾ ഒഴിച്ച് സകലരും തെറ്റ് ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ ഏറ്റവും നല്ല തെറ്റ് ചെയ്യുന്നവർ എന്ന് പറയുന്നത് തൗബ ചെയ്ത് മടങ്ങുന്നവരാണ്, അള്ളാഹുവിലേക്ക് പാപമോചനം ആവശ്യപ്പെടുന്നവരാണ്. സൂറത്ത് ഹൂദിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, വസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി ഇന്ന റബ്ബി റഹീമുൻ വദൂദ്.
വീണ്ടും അള്ളാഹു പറയുന്നത് അള്ളാഹുവിന്റെ ഇഷ്ടത്തെക്കുറിച്ചാണ്, നിങ്ങളോടും എന്നോടുമുള്ള അള്ളാഹുവിന്റെ പ്രേമത്തെക്കുറിച്ചാണ്, സ്നേഹത്തെക്കുറിച്ചാണ്. അള്ളാഹു നമ്മളെയൊക്കെ അതിരറ്റ് സ്നേഹിക്കുന്നുണ്ട്. അള്ളാഹ് എത്ര സ്ഥലത്താണ് ഖുർആനിൽ നിങ്ങളോട് പാപമോചനം ആവശ്യപ്പെടുന്നത്, എന്നോട് പാപമോചനം ആവശ്യപ്പെടുന്നത്. എന്നിട്ടും ഇങ്ങനെയൊക്കെയും അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് നൽകിയിട്ടും നമ്മൾ നാളെ പരാജയപ്പെട്ടു പോയാൽ നമ്മൾ തന്നെയാണ് നമ്മൾ പരാജിതരാവാൻ കാരണക്കാരെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ അള്ളാഹുവിന് ആരെയും ശിക്ഷിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. വിശ്വസിച്ച ഒരാളെയും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, എന്നൊക്കെ. നരകം മനുഷ്യരെ കൊണ്ടും ജിന്നുകളെ കൊണ്ടും നിറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ശരി തന്നെയാണ്. പക്ഷേ ഇവിടെ അതിനൊരുപാട് അവിശ്വാസികളുണ്ട്. ലോകത്ത് വിശ്വസിക്കാത്ത എത്രയോ ആളുകളുണ്ട്. നമ്മൾ അതിൽ ഉൾപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അള്ളാഹുവിന് നമ്മൾ ആരെയും ശിക്ഷിക്കണമെന്നുമില്ല. അള്ളാഹു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇസ്തിഗ്ഫാറാണ്, പാപമോചനമാണ്. എത്ര സ്ഥലത്താണ് ഖുർആൻ അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് വിശുദ്ധമായ ഈ രാവുകൾ, വിശുദ്ധമായ ഈ ദിനങ്ങൾ മഗ്ഫിറത്ത് വാരിക്കോരി നൽകുന്ന ദിനങ്ങളാണ്, നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഈ ദിവസങ്ങൾ മാത്രമൊന്നുമല്ല. മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസുണ്ട്. ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈൽ ലിയതൂബ മുസീഉൻ നഹാർ വയബ്സുതു യദഹു ബിന്നഹാർ ലിയതൂബ മുസീഉൽ ലൈൽ ഹത്താ തത്ലു അശംസു മിൻ മഗ്രിബിഹാ. അല്ലാഹു ഓരോ ദിവസവും രാവിലെ ഏഴാൻ ആകാശത്തേക്ക് ഇറങ്ങി വരും, രാത്രിയിൽ തെറ്റ് ചെയ്തവർക്ക് പുറത്തു കൊടുക്കാൻ. ഓരോ രാത്രിയും ഇറങ്ങി വരുമത്രേ പകലിൽ തെറ്റ് ചെയ്തവർക്ക് പുറത്തു കൊടുക്കാൻ. ഈ പ്രോസസിംഗ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഏതുവരെ? ഹത്താ തത്ലു അശംസു മിൻ മഗ്രിബിഹാ, സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ ദിവസവും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം. സമയത്തിന്റെ കുറവ് മൂലം ഞാൻ പെട്ടെന്ന് ഹദീസുകൾ പറഞ്ഞു പോവാം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആരാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു? വളരെ ചെറിയ പ്രായത്തിൽ 9ഓ 10ഓ വയസ്സിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഒരുപാട് കാലം, റസൂലിന്റെ വഫാത്ത് വരെ സദാസമയവും ജീവിച്ച മഹാനായ അനസ് റളിയല്ലാഹു അൻഹു. മഹാനവർകൾ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ ഒരു വേള പറഞ്ഞു, യബ്നു ആദം ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ ثم لقيتني لا تشرك بي شيئا لاتيتك بقراب مغفرة. അല്ലാഹു പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. ഇത് മറ്റൊരു ഖുദ്സിയായ ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അല്ലാഹു പറയുന്നു നമ്മളോട്, ഓ മനുഷ്യ വിഭാഗമേ, നിങ്ങൾ ഈ ഭൂമിയോളം തെറ്റുകൾ ചെയ്തുകൊണ്ട് അല്ലാഹുവിനെ കണ്ടുമുട്ടിയാൽ അല്ലാഹു അത്ര വലിയ അളവ് മഗ്ഫിറത്ത് കൊണ്ട് നിങ്ങളെ തിരിച്ച് അഭിസംബോധനം ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് അത്രമേൽ വിശാലമാണ്. അത്രമേൽ സ്നേഹമാണ് നമ്മളോട്. നിങ്ങൾക്കറിയുമോ, അല്ലാഹു ഹിസാബ് നടത്തുന്ന വേള, നമ്മളൊക്കെയും മരിച്ചു തന്ന് മഹ്ശറയിൽ ഹിസാബ് നടക്കുന്ന വേളയിൽ അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിനെ കാണാൻ ചെല്ലുന്ന ഒരു രംഗമുണ്ട്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിനോട് പറയുമത്രേ, അല്ലാഹുവേ, എന്റെ ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഹിസാബ് ഞാൻ നടത്തിക്കൊള്ളാം. അവര് പാപികളാണ്, ദോഷികളാണ്, അറിയാതെ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും നീ അറിയണ്ട, അതൊന്നും നീ കാണണ്ട, അതുകൊണ്ട് ഞാൻ നടത്തിക്കൊള്ളാം അവരെ ഹിസാബ് എന്ന് അല്ലാഹുവിനോട് പറയുമ്പോ അല്ലാഹു തിരിച്ച് ഹബീബായ നബി തങ്ങളോട് പറയുമത്രേ, നബിയെ, അങ്ങന്റെ പ്രവാചകരാണ്, അങ്ങ് അവരുടെ നേതാവാണ്, അവരെന്റെ അടിമകളാണ്. എന്റെ അടിമകളിൽ വന്ന് പല വീഴ്ചകളും വന്നു പോയിട്ടുണ്ടാവും. അവരുടെ നേതാവായ അങ്ങ് അത് അറിയാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ നടത്തിക്കൊള്ളാം അവരുടെ ഹിസാബ് എന്ന് അല്ലാഹു മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മറുപടി പറയുമത്രേ. ഇത്രമേൽ നമ്മളോട് ഇഷ്ടമുള്ള അല്ലാഹു, ഇത്രമേൽ നമ്മളോട് കാരുണ്യം കാണിക്കുന്ന അല്ലാഹു, നിങ്ങൾക്കറിയുമോ, മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 വർഷത്തിലധികം ഇസ്ലാമിക പ്രബോധനം നടത്തി. 100ഓ 200ഓ ചരിത്രത്തിൽ പല എണ്ണങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും 200ൽ താഴെ ആളുകൾ മാത്രമായിരുന്നു മഹാനായ നൂഹ് നബിയുടെ പ്രബോധനത്തിന് മറുപടി നൽകിയത്.
ആ സമയത്ത് ഒരു വേള നിരാശനായിക്കൊണ്ട് നൂഹ് നബി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്, അള്ളാഹുവേ ഈ വിശ്വസിക്കാത്ത ഈ സൃഷ്ടികളെ മുഴുവനും നശിപ്പിച്ചു കളയണേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തപ്പോ അള്ളാഹു നൂഹ് നബിയോട് തിരിച്ചു പറഞ്ഞത്, മഹാനായ നൂഹ് നബിയുടെ പ്രാർത്ഥനയുടെ ഫലമായി മനുഷ്യരെ നശിപ്പിക്കുന്നതിന്റെ മുമ്പ് അള്ളാഹു നൂഹ് നബിയോട് ഒരു പരീക്ഷണം നടത്തി. നൂഹ് നബി മൺപാത്രങ്ങൾ നിർമ്മിക്കാൻ അറിയുന്ന ആളായിരുന്നു. അള്ളാഹു മഹാനവറുകളോട് ഒരു ദിവസം മുഴുവനും സമയം ചെലവഴിച്ച് മാക്സിമം മൺപാത്രങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ പിറ്റേ ദിവസം അള്ളാഹു നൂഹ് നബിയെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇന്നലെ നിർമ്മിച്ച മുഴുവൻ മൺപാത്രങ്ങളും ഇന്ന് തച്ചുടച്ച് കളയണമെന്ന് പറഞ്ഞപ്പോ നൂഹ് നബി നിരാശനായി. നൂഹ് നബിക്ക് അത് ചെയ്യാൻ വിമുഖതയായി. കാരണം തന്റെ തലേനാൾ ദിവസത്തെ അധ്വാനം, താൻ നിർമ്മിച്ച ഈ വസ്തുക്കൾ ഒറ്റയടിക്ക് നശിപ്പിക്കാൻ പറഞ്ഞപ്പോൾ മഹാനായ നൂഹ് നബിക്ക് അത് അസാധ്യമായി തോന്നി. അപ്പോൾ അള്ളാഹു നൂഹ് നബിയോട് തിരിച്ചു പറഞ്ഞു അത്രേ, നൂഹ് നബിയെ വിശ്വസിച്ചവരാണെങ്കിലും അല്ലെങ്കിലും അവരൊക്കെയും എന്റെ സൃഷ്ടികളാണ്, എന്റെ അടിമകളാണ് എന്ന്. ഇതാണ് അള്ളാഹുവിന്റെ കാരുണ്യം, അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് അതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹു പാപമോചനം തേടിയാൽ ഒരാളെയും നിരാശരാക്കുകയില്ല എന്ന് ഹദീസുകൾ, മണിക്കൂറുകൾ പറയാനുള്ള ഹദീസുകളുണ്ട്. സമയം അവസാനിച്ചതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. അതുകൊണ്ട് രാത്രിയുടെ യാമത്തിൽ എല്ലാവരും കിടന്നുറങ്ങുന്ന നേരം എഴുന്നേറ്റ് നിന്നുകൊണ്ട് അള്ളാഹുവിനോട് കണ്ണീരൊലിപ്പിച്ച് നിങ്ങൾ പാപമോചനം തേടുക. തീർച്ചയായും അള്ളാഹു പാപമോചനം നൽകുക തന്നെ ചെയ്യും. ലം യലിജിന്നാറ അഹദുൻ ബകാ മിൻ ഖശ്യത്തില്ലാ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിനെ ഓർത്തു കരഞ്ഞ ഒരാളെയും അള്ളാഹു നരകം നൽകി ശിക്ഷിക്കില്ല എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിൽ എത്ര പേരുണ്ട് ഇന്നേ വരെ അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞവർ? അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞവർ എത്ര പേരുണ്ട്? ഒരിക്കലും കണ്ണുനീർ ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും, ആയുസ്സിൽ ഒരിക്കലെങ്കിലും അള്ളാഹുവിനെ ഓർത്ത് പൊടിക്കാൻ നമ്മൾക്ക് സാധിച്ചാൽ അള്ളാഹു നമ്മളെ നരകത്തെ തൊട്ട് കാത്തുരക്ഷിക്കുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ട് വിശുദ്ധമായ മഗ്ഫിറത്തിന്റെ രാവുകളാണ്. അള്ളാഹു സ്നേഹമാണ്. അള്ളാഹു അടിമകളെ അതിരറ്റ് സ്നേഹിക്കുന്നവരാണ്. ഈ ലോകത്ത് യഥാർത്ഥത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അള്ളാഹുവാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്രയൊക്കെ വീഴ്ചകൾ വന്നു പോയിട്ടും, വലിയ വലിയ പാപങ്ങൾ ചെയ്തു പോയിട്ടും നമ്മളെ ഒന്നും ശിക്ഷിക്കാതെ നമ്മൾക്ക് വേണ്ടതൊക്കെ വേണ്ട സമയത്ത് തന്ന് നമ്മളെ പോറ്റുന്ന തമ്പുരാൻ എത്ര വലിയവൻ! നമ്മുടെ രക്ഷിതാവ് എത്ര മഹോന്നതൻ! എത്ര വലിയ മഗ്ഫിറത്തിനുടയവൻ! അതുകൊണ്ട് വിശുദ്ധമായ റമളാനിലെ മഗ്ഫിറത്തിന്റെ 10 നമ്മൾ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഈ റമളാനിൽ പാപമോചനം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരു റമളാൻ കഴിഞ്ഞിട്ട് നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇത്രയൊക്കെ അവസരം അല്ലാഹു നമ്മൾക്ക് തന്നിട്ട് വിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് ആയത്തുകളിൽ, നിങ്ങളൊക്കെ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളാണ്, എത്ര ആയത്തിന്റെ അവസാനത്തിലാണ് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, ഇന്നഹു ഗഫാറ എന്നൊക്കെ തുടങ്ങുന്ന ഗഫൂർ, ഗഫാർ എന്നൊക്കെ പറയുന്ന എത്ര സ്ഥലങ്ങളാണ്. അത്രയൊക്കെ സ്ഥലത്ത് അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച്, മഗ്ഫിറത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് എത്രയോ ഹദീസുകളിൽ അള്ളാഹുവിന്റെ റസൂല് അള്ളാഹുവിന്റെ മഗ്ഫിറത്തിനെ കുറിച്ച് നമ്മൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ട് നമ്മൾ അതൊന്നും ഉപയോഗപ്പെടുത്താതെ ഈ വിശുദ്ധമായ റമളാനും സാധാരണ പോലെ കഴിഞ്ഞു പോയാൽ നമ്മൾ എത്ര വലിയ ഹതഭാഗ്യരാണ്, നമ്മൾക്ക് എത്ര വലിയ നഷ്ടമാണ്. അതുകൊണ്ട് വിശുദ്ധമായ റമളാൻ കഴിയുമ്പോഴേക്ക് പാപമുക്തി ലഭിക്കുന്നവരായി മാറാൻ അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മിൽ നിന്നുണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, നമ്മുടെ സ്ഥാപനത്തിൽ പള്ളിയിൽ നോമ്പുതുറ നടക്കാറുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയും സൂചിപ്പിച്ചിരുന്നു. വലിയ ഭീമമായ സംഖ്യ ചെലവ് വരുന്നൊരു കാര്യമാണ്, നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്, കൂടുതൽ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് നോമ്പുതുറ ഫണ്ടിലേക്ക് സഹായം
അഭ്യർത്ഥിച്ചുകൊണ്ട് ജുമാ നിസ്കാരത്തിന് ശേഷം പുറത്ത് ആളുകൾ നിങ്ങളെ സമീപിക്കും. എല്ലാവരും കഴിയുന്നതിന്റെ പരമാവധി സംഖ്യ നല്ല നിയ്യത്തോടുകൂടി സ്വതക്ക എല്ലാ ബലാകളെയും തടയുന്ന വലിയ കാര്യമാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന, നമ്മൾ നേരത്തെ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹു നമ്മളിൽ ഇഷ്ടപ്പെടാൻ നമുക്ക് ചില ക്വാളിറ്റികൾ വേണം. അല്ലദീന യുൻഫിഖൂന ഫിസ്റാഇ വൽററാ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ചില വിഭാഗം ആളുകളെ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഒരു സ്ഥലത്ത് പറഞ്ഞത് അള്ളാഹുവിന്റെ മാർഗത്തിൽ സന്തോഷമുണ്ടാവുമ്പോഴും സന്താപമുണ്ടാവുമ്പോഴും ചെലവഴിക്കുന്ന ആളുകൾ എന്നാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടം നമ്മൾക്ക് കരഗതമാവാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക കൂടി വേണം. അതുകൊണ്ട് അത്തരം സദഖകളിലൊക്കെ നിങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തണം. അതുപോലെ അസാസിലെ വിദ്യാർത്ഥികളുടെ ചിലവിലേക്ക് വലിയ ഭീമമായ സംഖ്യ ചെലവ് വരാറുണ്ട്, അതിലേക്കും നിങ്ങൾ സഹായിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നാളിതുവരെ സഹായിച്ച ആളുകൾക്ക് അള്ളാഹു അവന്റെ സഹായം നൽകുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ സ്ഥാപന സംവിധാനങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവരെ നീ ഇഷ്ടപ്പെടണേ റഹ്മാനെ. അള്ളാഹുവെ, നീ ഞങ്ങളെ ഇഷ്ടപ്പെടുന്നത് പോലെ ഞങ്ങൾക്ക് നിന്നെയും ഇഷ്ടപ്പെടാനുള്ള തൗഫീഖ് നൽകണേ അള്ളാഹുവെ, വിശുദ്ധമായ റമളാൻ കൊണ്ട് വിജയിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. മഗ്ഫിറത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ, ഞങ്ങളുടെ മാതാപിതാക്കളെ, ഞങ്ങളോട് ബന്ധപ്പെട്ട ആളുകളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.